സമരം ചെയ്യാൻ പോകുന്ന മന്ത്രിമാരുടെ വിമാനക്കൂലി കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ അത് പാവപ്പെട്ടവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയായിരിക്കുമെന്ന് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കും. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നവർ AKG സെൻറ്ററിലെ കാശ് എടുത്തിട്ട് പോകണം. ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്ന മന്ത്രിമാരും MLA മാരും AKG സെൻറ്ററിലുള്ള കാശ് എടുത്തിട്ട് പോകണം. ജനങ്ങളെ കാശെടുത്ത് പോകരുത്. മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ ഒരു സിറ്റിങ്ങിന് 27 ലക്ഷം രൂപ പിന്നെ ശമ്പളം അഭിഭാഷകന്, മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ. മാസപ്പടി കേസിൽ KSIDC ചോദിച്ച ചോദ്യത്തിന് ഒരു നോട്ട് കൊടുത്താൽ മതി. എന്തിനാ കോടതി പോയത് KSIDC മുഖ്യമന്ത്രിക്കും മകൾക്കും കോടതിയിൽ പോകാൻ പ്രയാസമുള്ളതുകൊണ്ട് KSIDCയെ കൊണ്ട് കോടതിയിൽ പോവുകയാണ്. KSIDCയോട് ചോദിച്ചിരിക്കുന്നത് CMRL നിങ്ങൾക്ക് എത്ര ഷെയർ ഉണ്ട് എന്നാണ്. CMRLും KSIDCക്ക് എങ്ങനെ CMRLന് ഷെയർ കൊടുക്കാൻ സാധിച്ചു? എന്താണ് മാനദണ്ഡം? CMRLും KSIDCയും തമ്മിലുള്ള ബന്ധം എന്താണ്? CMRLൻ്റെ മാസപ്പടി വിഷയത്തിൽ KSIDCയുടെ പങ്ക് എന്താണ്? ഉള്ള ഒരു ഫയലിന് മറുപടി അയച്ചാൽ മതി. കോടതിയിൽ പോയിട്ട് വാദിക്കേണ്ട ഒരു കാര്യമില്ല. അപ്പോൾ ചോദിച്ച ചോദ്യത്തിന്, കേന്ദ്ര ഏജൻസികളുടെ ചോദിച്ച ചോദ്യത്തിന്, ആദായ നികുതി വകുപ്പിൻ്റെ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിയുടെ മകളിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ്, മുഖ്യമന്ത്രിയുടെ മാസപ്പടിയിലേക്ക് എത്തും എന്നുള്ളത് കൊണ്ടാണ് വീണ്ടും സർക്കാർ ഖജനാവിൽ നിന്ന് കാശെടുത്ത് അഭിഭാഷകരെ വെച്ച് കോടതിയിൽ കേസ് വാദിക്കുന്നത്. സർക്കാർ അഭിഭാഷകന്മാർക്ക് എന്താ ജോലി? ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുക്കുന്ന സർക്കാർ അഭിഭാഷകന്മാർ, അഡ്വക്കേറ്റ് ജനറൽമാർ, GPമാർ, അവർക്കെന്താ ജോലി? അവരെല്ലാം ഉണ്ടായിട്ടും എന്തിനാണ് ഇങ്ങനെ ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്ത് അഭിഭാഷകരെ വയ്ക്കുന്നത്? മാസപ്പടി വിഷയത്തിൽ ഒന്നും മറച്ചു വെക്കാനില്ലെങ്കിൽ എന്തിനാണ് ഈ വെപ്രാളം മുഖ്യമന്ത്രി കാണിക്കുന്നത്? അതേ സർക്കാർ കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞ് ഖജനാവിൽ നിന്ന് കാശെടുത്ത് ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നു. ഇത് പാവപ്പെട്ട ജനങ്ങളെ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടിയാണ്. ഇത് അവസാനിപ്പിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാവണമെന്നാണ് ഞങ്ങൾ പറയുന്നത്. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരെല്ലാവരും ജനങ്ങളെ അപമാനിക്കുകയാണ്. നിയമസഭാ സമ്മേളനം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളെ അപമാനിക്കുക. ഒരു മന്ത്രി ഇന്ന് പറഞ്ഞിരിക്കുന്നത് ശബരിമലയിലെ തിരക്ക് കാരണം, ബുദ്ധിമുട്ട് കാരണം 12 മണിക്കൂർ 14 മണിക്കൂർ ക്യൂ നിന്ന് ബോധം കെട്ട് വീണ അയ്യപ്പ ഭക്തന്മാർ മാലയൂരി തിരിച്ചു പോയത് അവർ കപടവിശ്വാസികളായതുകൊണ്ടാണ്. ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ദേവസ്വം മന്ത്രിമാരാക്കിയാൽ എന്താണ് കേരളത്തിൽ സംഭവിക്കാൻ? ഇയാൾ ഏത് നാട്ടിലെ ദേവസ്വം മന്ത്രിയാണ്? 18 മണിക്കൂറും 20 മണിക്കൂറും ചെറിയ കുട്ടികൾ, പ്രായമായ സ്ത്രീകൾ അവർ ക്യൂ നിൽക്കേണ്ടി വന്നു ഇത്തവണത്തെ ശബരിമല തീർത്ഥാടനത്തിന്. കുടിക്കാൻ വെള്ളം ഉണ്ടായിരുന്നില്ല, തിരക്ക് നിയന്ത്രിക്കാൻ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഒരു തരത്തിലുള്ള സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് അവർ ചെയ്തു കൊടുത്തില്ല. എന്നിട്ടാണ് അവർ 20-18 മണിക്കൂർ ക്യൂ നിൽക്കേണ്ടി വന്നത്. അവസാനം ക്യൂ നിന്ന് കുഴഞ്ഞു വീഴുമ്പോൾ പിന്നെ അവരെന്ത് ചെയ്യണം?